ഐഷുവിന് വീട്ടില് ഇപ്പം ഒരു പെൻ ഇവിടെ വെച്ചാൽ ഈ പെൻ ഇവിടെ വെക്കണം, തോർത്ത് ഇവിടെ വെച്ചാൽ ടവൽ ഇവിടെ വെച്ചാൽ ടവൽ ഇവിടെ വെക്കണം, അങ്ങനെ കുറെ ഇതുണ്ട്. എനിക്കാണെങ്കിൽ ഞാനും ഒരു ലിമിറ്റ് വരെ കാര്യങ്ങൾ മര്യാദയ്ക്ക് വെക്കുന്ന ആളാണ്. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറി കിടന്നുണ്ട്. ഇപ്പൊ ഒരു കോമ്പ് ഇവിടെ വെക്കുന്നത് റൈറ്റ് ലെഫ്റ്റിൽ പകരം റൈറ്റിൽ വെച്ചാൽ എനിക്ക് ഫൈനാണ്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഐശ്വര്യ എന്നോട് എന്താ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി വെച്ചത്. ശരിയാ, നമ്മളെക്കാട്ടിലും അച്ചടക്കം ഉള്ള ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അച്ചടക്കം ഇല്ലാത്ത ആളായി മാറും. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഇടയ്ക്ക് ഞാൻ ഇവർക്ക് റെന്റ് കൊടുക്കേണ്ടി വരും. കാരണം എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്ത് എന്റെ വീടല്ല, ഞാൻ ആരുടെയോ ഇതിൽ ജീവിക്കുക എന്നുള്ള രീതിയിൽ. ഞാൻ പറയാം, ഞാൻ ഇത് മ്യൂസിയം അല്ല, ഇതെന്റെ വീടാണ്. അപ്പൊ സാധനങ്ങളെ കുറച്ചും കൂടെ നോർമലായിട്ട് കാണാൻ ശ്രമിക്കൂ എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. റെന്റ് കൊടുക്കേണ്ടവരൊന്നും ഓർത്തു അല്ല, നമ്മള് വേറെ ആളുടെ സാധനം ഉപയോഗിക്കുമ്പോഴാണല്ലോ നമുക്ക് സാധാരണ ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരിക. എന്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ ചിലപ്പോൾ. പക്ഷെ ഇപ്പൊ എന്നിട്ട് നമ്മൾ രണ്ട് സെക്ഷനിലാണ് വെക്കാറ്. വിഷ്ണുവിന്റെ കാര്യം വിഷ്ണുവിനെ കാണുമ്പോ ഇങ്ങനെ പോവാ. ഇനി എങ്ങാനും ഇത് കണ്ട് പ്രശ്നമായാലോ. അത് ബേസിക്കലി പറഞ്ഞ പറയുന്നത് ഇപ്പൊ ഷർട്ട് തൂക്കിയിട്ടുണ്ടാവും, 5 ഹാങ്ങറിന്റെ ഈ സാധനം അപ്പുറത്തേക്കായിരിക്കും, ഒരെണ്ണം ഇപ്പുറത്തേക്കായെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് ഇപ്പുറത്തേക്ക് ആക്കിയത്. ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി ഷർട്ട് എടുത്തിട്ട് ഹാങ്കർ തിരിച്ച്, അത് ഞാൻ നിലത്തിട്ട് പോയിട്ടില്ല, ഞാൻ തിരിച്ചുപടെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് മാറിയതാണ് നമ്മള് സംസാരമാണ്. വല്ലാത്തൊരു അനുഭൂതിയാണ്. ചിലപ്പോ നമ്മളോട് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ ഇതിൽ ആരെ തെറ്റാണ്, എന്റെ തെറ്റാണോ അല്ലെങ്കിൽ വെള്ള തെറ്റാണോ, ചിലപ്പോ മാപ്പ് പറഞ്ഞ് ഓടുക തന്നെ, അല്ല വേറെ മാർഗമില്ല. അതേ വഴിയുള്ളൂ എന്നല്ലേ. നമുക്ക് സമയമല്ലേ പ്രധാനം. ഇതിലൊക്കെ ആർഗ്യുമെന്റ് ചെയ്തിട്ട് എന്താ ചെയ്യാ, അല്ലെങ്കിൽ ഹാങ്ങർ പറയേണ്ടി വരും. എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു ചെറിയ റൗണ്ട് വെച്ചാലോ? സെഗ്മെന്റ് റെഡി? ഓക്കെ, എന്താണ് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ആദ്യമായി രണ്ടുപേരും എഴുതുക, സെയിം ആണ്, ട്രൈ ഔട്ട് ചെയ്യാം ജസ്റ്റ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ പാടില്ല കേട്ടോ. എനിക്കും അറിയണത് എത്ര ഉണ്ട് നല്ലല്ലേ. എന്നാ നിങ്ങളൊരു 5 വർഷം മുമ്പ് വരേണ്ടതായിരുന്നു. ഇപ്പൊ കളിക്കേണ്ട കളിയായിരുന്നില്ല. 2020 വിളിച്ചാൽ മതിയായിരുന്നു. വെറുതെ ജാതകം നോക്കി പൈസ എന്നാ പിന്നെ 2020 വിളിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായി, ഒരടി ആർഗ്യുമെന്റ് വോട്ട് തിങ് ഉണ്ടായി. അത് ഇങ്ങനെ ഏകദേശം കുറച്ച് നേരമായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്ന് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആദ്യം അങ്ങനെ മിണ്ടാൻ വരുന്ന ആരാ? ഇത് സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയാ. സിമ്പിൾ ആണ്. വിഷ്ണുവാണ് ആ പ്രോബ്ലത്തിനെ വളരെ ഇതാക്കി ഇടുന്നത്. ഐശ്വര്യ അല്ല, എനിക്ക് തോന്നുന്നത് എന്തിനാണ് രണ്ടുപേര് ഇപ്പം ഇത് ഈ ജീവിതത്തിൽ മിണ്ടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഓക്കെ. അല്ലാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്തിനാണ് രണ്ടുപേരും മിണ്ടാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വേറെ ആൾക്കാരെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത്. അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇത് പറഞ്ഞു നിർത്താൻ പറ്റും, നമ്മൾ ശത്രുക്കളൊന്നല്ലല്ലോ. അപ്പം സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യാത്രേ. പിന്നെ മനസ്സിലാ ദേഷ്യം വരുമ്പോ ആ ആങ്കറിനെ ഒന്ന് ഡൗൺ ആയിട്ടേ മിണ്ടാൻ പറ്റുള്ളൂ എന്ന് ചിലപ്പോ തോന്നുന്നു. അല്ല, ആ ടൈം എടുക്കാം. ഞാൻ പറഞ്ഞത് അത് വിചാരിച്ച് 2, 3, 4 ദിവസം ടൈം എടുക്കണമെന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറയും എനിക്ക് ഇപ്പൊ താൻ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് നീ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അത് ഈ ദേഷ്യം ഓരോ ആൾക്കാർക്ക് വരുന്ന ലെവലും വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ. ഏറ്റവും നല്ല കാര്യം ദേഷ്യം വരുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇമോഷണലി സോബർ ആവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അത്ര എന്നെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദേഷ്യം വരുത്താതിരിക്കാൻ വിഷ്ണുവിനെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ ഇമോഷണൽ ബാലൻസ് ഡിഫറെന്റ് ആണല്ലോ. കൂൾ ഓഫ് ടൈം നമ്മൾ തന്നെ കൊടുക്കാന്നുള്ളൊരു അല്ലേ. അതെ, വിഷ്ണുവിന് ദേഷ്യം വരുന്നത് കുറവാണ്. അങ്ങനെ എല്ലാവർക്കും പറ്റില്ലല്ലോ. അതാണ് പോയിന്റ്. ബാലൻസ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അതെ, നിങ്ങള് കല്യാണം കഴിഞ്ഞോ കല്യാണത്തിന് മുമ്പാവുന്ന ഞാൻ ചോദിക്കുന്നില്ല, ആദ്യമായി നിങ്ങൾ ഒരുമിച്ച് പോയി കണ്ട സിനിമയുടെ പേര്? സിനിമയുടെ തിയേറ്റർ മൂവി. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? എളുപ്പമായിരിക്കും ഫോർ ഷുവർ. കാണിക്കരുത്, കണ്ടില്ലല്ലോ. ഞാൻ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് പടത്തിന്റെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മള് തൃശ്ശൂര് മറ്റേ ശോഭാ സിറ്റി സിനിമ കണ്ടിട്ടുണ്ട്. ഇത് ആംസ്റ്റർഡാം പോയിട്ട് കണ്ട ഫസ്റ്റ് മൂവിയാണ്. എനിക്ക് തോന്നുന്നു നമ്മള് തൃശ്ശൂർ ശോഭാ സിറ്റി പോയിട്ടാണ് നിവിൻ പോളിയുടെ അതാണ് ഫസ്റ്റ്. ഞങ്ങള് തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ നമ്മൾ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോയി കണ്ടത്. ഇത് നിങ്ങൾ തിരിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് 2019 കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാണ്. ആദ്യമായിട്ട് ഇത് കണ്ടത് ഇത് തന്നെയാണ്. ഇത് ആംസ്റ്റർഡാമിൽ പോയിട്ട് ഫസ്റ്റ് കണ്ട പടം. ഇതിൽ ഓർമ്മ വിഷ്ണു തന്നെയാണ്. എനിക്ക് ഓർമ്മയില്ല. വെരി നൈസ്. അതായത് ഐഷുവിന്റെ, ഇത് വിഷ്ണു എഴുതേണ്ടതാണ്, ഞാൻ ഇങ്ങോട്ട്. ഐഷുവിന്റെ ഏറ്റവും ഫേവറേറ്റ്, അതായത് ഇപ്പൊ ഹോട്ടൽസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില ആൾക്കാരുണ്ടാവില്ല, ആ ഒരു ഫുഡ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത്.
അത് എഴുതുക. വെജ് ആണോ നോൺ വെജ് ആണോ? അത് എന്തുവാ അതാണ് കൂടുതൽ. വിഷ്ണുവിന്റെ ഞാൻ എഴുതുന്നത്. വിഷ്ണു അങ്ങനെ പോയി എവിടെ ചെന്നാലും ഓർഡർ ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഫുഡ് ആയിരിക്കും. അതുണ്ടെങ്കിൽ മാക്സിമം അതേ ട്രൈ ചെയ്യാറുള്ളൂ, ഇല്ലെങ്കിൽ മാത്രമേ വേറെ ഒരു ഓപ്ഷനിലോട്ട് പോകുള്ളൂ. അത് ഏത് ക്യുസീനാണ്? ഇവിടത്തെയാണോ അവിടത്തെയാണോ? എന്തുവാ ഇത്ര കോംപ്ലിക്കേറ്റഡ്? അല്ല, ഇതാ രണ്ട് സ്ഥലത്ത് പോയി രണ്ടെണ്ണല്ലേ ഓർഡർ ചെയ്യാം. എന്നാ അവിടുത്തെ ഞാൻ രണ്ടും എഴുതാം. ഞാൻ രണ്ടെണ്ണം എഴുതില്ല, ഞാൻ ഒരെണ്ണം എഴുതിയിരുന്നു. കാണിക്കരുതേ. ഓക്കെ, കാണിച്ചു. സ്റ്റീക്ക്. അവിടുത്തെ ആണെങ്കിൽ സ്റ്റേക്ക്. വിഷ്ണുവിന്റെ ഏത്? അവിടെയാണെങ്കിൽ സ്റ്റേക്ക് ആണ്. അപ്പൊ കറക്റ്റാ. ഇവിടെ ആണെങ്കിൽ മട്ടൻ ബിരിയാണി. ശരിയാണ്. ആണല്ലേ? തിരിച്ചാ ഞാൻ ചിക്കൻ 65. ഞാൻ എന്ത് ഓർഡർ ചെയ്താലും ഒപ്പം ചിക്കൻ 65 ഓർഡർ ചെയ്യും. ആണോ? അതായത് ഇപ്പൊ ഊണ് മേടിക്കുവാണെങ്കിലും അതിനോട് ചിക്കൻ 65. സ്റ്റാർട്ടർ ആയിട്ട് ഉപ്പുമാവ് വാങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് ഉപ്പുമാവിന് തന്നെ ഒരു ഇത് അടക്കണം. എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് ഐഷു പോയി കഴിഞ്ഞാലും മെയിൻ കോഴ്സ് അധികം ഓർഡർ ചെയ്യില്ല. ഈ സ്റ്റാർട്ടേഴ്സ് പോലത്തെ സാധനമാണ് 2-3 പ്രാവശ്യം ഓർഡർ ചെയ്യുന്നത്. അപ്പം മെയിൻ കോഴ്സ് ചിലപ്പം വേണ്ടാന്ന് വെച്ചു തരും. അപ്പൊ അതിൽ പെടുന്ന ഒരു സാധനം ഇതായതുകൊണ്ട് ഇതധികം വാങ്ങാറില്ല. ഓക്കെ, അത് നല്ല ചിക്കൻ 65 പപ്പടവും സവാളയൊക്കെ നാനയൊക്കെ പിഴിഞ്ഞ് ക്രിസ്പി പൊടിയാണ്. ഇത് കഴിഞ്ഞ് കഴിക്കുന്നത് വെറുതെ ഇവൻ വന്നിരുന്ന് കൊതിപ്പിക്കുകയും ചെയ്യുന്നു. എന്നോട് പുട്ടും കൂടെ ഇറങ്ങി സെറ്റാ. പുട്ട് വേണ്ട, പുട്ടും ചിക്കൻ 65. ഒരു പത്തിരി ആണെങ്കിൽ കൊള്ളാം. ആ, പുട്ടിന്റെ മേളിൽ ചിക്കൻ കറി ഇങ്ങനെ ഒഴിച്ചിട്ട് 65 വെക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ആദ്യമായി മീറ്റ് ചെയ്ത ഡേറ്റ് ആൻഡ് ഇയർ. ഫസ്റ്റ് മീറ്റ് ചെയ്തത്, അതായത് ഡേറ്റ് കാണിക്കരുതേ. ഡേറ്റ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു വിഷ്ണു തുടക്കത്തിൽ, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് മന്ത് ആനിവേഴ്സറി അല്ല, ഫസ്റ്റ് വീക്ക് ആനിവേഴ്സറി ചിലപ്പോൾ ഇപ്പൊ ഡേറ്റ് പോലും ഓർമ്മയില്ല. ഏതാണ് നിങ്ങളത് കാണിച്ചത്? എന്ത്? ജൂലൈ 2018. അതിപ്പോ ഐഷു കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഞങ്ങള് എന്താ പറയാ പെണ്ണു കാണൽ ചടങ്ങ് നടത്തിയത് ജൂലൈയിലാണ്. അത് മന്ത് എന്തായാലും ഓർമ്മയില്ല, പക്ഷെ ഡേറ്റ് ഒക്കെ ടഫല്ലേ? അന്ന് ഓർമ്മയുണ്ടായിരുന്നല്ലേ? അന്ന് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. ഞാൻ ലൈഫ് സെലിബ്രേറ്റ് ചെയ്തു. അതായത് ഇപ്പൊ ആ ഡേറ്റ് കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ആ കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ 1 മന്ത് ആനിവേഴ്സറി അങ്ങനെ ചെയ്തിട്ടില്ല ഐഷു. ജൂലൈ ടു ജൂലൈ ആയപ്പോ 1 ഇയർ ആയപ്പോ നമ്മള് കണ്ട ഡേ. പക്ഷെ ഇപ്പൊ 6 കൊല്ലം കഴിഞ്ഞപ്പോ ആ ഡേ പോലും ഓർമ്മല്ലേ? വേറെയും കുറെ ഡേയ്സ് ഉണ്ടായില്ലേ, ബാക്കൗട്ട് ആയിപ്പോയി. എത്ര അല്ലാതെ ഈ ഡേ മറന്നതല്ല. രണ്ടുപേരുടെയും ബർത്ത്ഡേയുടെ ടൈമാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഈ 5 years ബർത്ത്ഡേയില് ഐഷു വിഷ്ണുവിന് തന്ന ഏറ്റവും, ഐ എം നോട്ട് ഒരു മെറ്റീരിയലിസ്റ്റിക് അതല്ല പറയാം, എന്നാലും എല്ലാം കൂടെ കൂട്ടി ഏറ്റവും ദ ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് തോന്നിയത് ഏത് ഇയർ ആൻഡ് വിച്ച് വൺ ആണ് എന്നുള്ളത് വിഷ്ണു എഴുതുക. നേരെ തിരിച്ച് 2 എഴുതാൻ പറ്റുമോ? 2 എഴുതിക്കും. ഐഷു അതുപോലെ തന്നെ തിരിച്ചു. ഇയർ എഴുതിക്കോ.